ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും വള ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ വളയുടെ ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇല്ല, നിങ്ങൾക്ക് ഇപ്പം വളയൊക്കെ നമുക്ക് വാങ്ങുമ്പോഴേക്കും കിട്ടുന്ന പഴയ വളയൊക്കെ ആണെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതേപോലത്തെ ഫെവിക്രിലിൻ്റെ ഗ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ രണ്ട് വള ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പശ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ എല്ലാ ഭാഗത്തും പശ എത്തുന്ന രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഈ വള എടുത്ത് ഇതിനോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ അടുത്ത രണ്ടാമത്തെ വള എടുത്ത് ഇതിൽ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതും ചെയ്തെടുക്കണം. ഇതെനിക്ക് ഗോൾഡ് കളറിൻ്റെ ഇത് കിട്ടാത്തതുകൊണ്ടാണ്, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് സിൽവർ എടുത്തത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പഴയ വള ഏതായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മളിപ്പോൾ കവർ ചെയ്യുമ്പോഴേക്കും അതൊന്നും അറിയാൻ പറ്റില്ല. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പശ തേച്ച് കൊടുത്താൽ അത് ഒട്ടിക്കിട്ടും കേട്ടോ, ഉണങ്ങി കിട്ടും. കുറച്ച് സമയം ഉണങ്ങണം. അതിന് ശേഷം ഇതേപോലത്തെ സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുകയാണ്, റെഡ് കളറ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത ത്രെഡൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ ഒരു ബോക്സിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കണം. ഞാൻ 15 തവണയാണ് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഫുള്ള് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ സ്ഥലത്തെത്തുമ്പോഴേക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ചുറ്റിയെടുക്കണം. ഇപ്പോൾ നമുക്ക് ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും കൂട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് പശ തേച്ച് കൊടുക്കുക അവിടെ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ബാക്കി ആ ഭാഗത്ത് കുറച്ചും കൂടെ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറകെ വശത്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ കൈവച്ച് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതങ്ങ് അവിടെ ഒട്ടി ഇരുന്നോളും കേട്ടോ. ഇനി നമുക്ക് വള എടുക്കാം. വള എടുത്തതിന് ശേഷം നമ്മൾ ഫുള്ളൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അതായത് ഇത് ഉണങ്ങിയിട്ടില്ല, കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ഉണങ്ങിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം വള ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം നൂല് തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടെ ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ അടുത്ത് വെച്ച് ഗ്ലൂ ഒന്ന് തേച്ചൊന്ന് ഫിനിഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിടിച്ച് നല്ല നീറ്റായിട്ട് ചുറ്റിയെടുക്കണം. പിന്നെ നൂലൊന്നും ഇടവിട്ട് വരാതെ നല്ല നീറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് പിടിച്ച് നമ്മൾ ചുറ്റിയെടുക്കുമ്പോഴേക്കും നല്ല ഭംഗിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ ചുറ്റിയെടുക്കണം. ഇതുപോലെ ചുറ്റിയെടുക്കണം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽ വളയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനും ഫസ്റ്റൊക്കെ വിചാരിച്ചു ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് പാടായിരിക്കുമെന്ന്. ചെയ്ത് വന്നപ്പോഴേക്കും നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നെ ഓരോ ഡ്രസ്സിന് മാച്ചിന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ സാരി ആയാലും ഡ്രസ്സായാലും ഇപ്പോൾ ചുരിദാറായാലും അതിന് മാച്ചിനൊക്കെ നമുക്ക് വളയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ ലാസ്റ്റ് വരെയും കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ലാസ്റ്റ് വരുമ്പോഴേക്കും കുറച്ച് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ B7000 ഗ്ലൂ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ അതിനെയും കാട്ടിയിട്ട് ഇങ്ങനത്തെ ഫെവിക്രിലിൻ്റെ പശ വെച്ച് ഒട്ടിച്ചപ്പോഴേക്കും കുറച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയതുപോലെ എനിക്ക് തോന്നി. നൂല് കുറച്ച് പെട്ടെന്ന് ഉണങ്ങിയതുപോലെ നീറ്റായിട്ടും കിട്ടിയതുപോലെ തോന്നി കേട്ടോ. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ രണ്ടും ഞാനിങ്ങനെ ഒട്ടിച്ച് നൂല് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഈ വളയുടെ ഒരു അളവിന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല, വെറുതെ ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലെ 4 കോണ് നമുക്ക് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ കോണ് കിട്ടുവാണെങ്കിൽ പിന്നെ അങ്ങനെ മതി കേട്ടോ. ഇപ്പം ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ ആവും ഇത് 4 ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചിരുന്നത്. ഇതേപോലെ 4 ഭാഗത്ത് ഒന്ന് അടയാളം വെച്ചതിന് ശേഷം അവിടെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം.
4 സൈഡും വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയ 4 ഭാഗത്തും വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ പേപ്പറിനെ ഒന്ന് മാറ്റാം കേട്ടോ, അതിൻ്റെ ഇനി ആവശ്യമില്ല. ഇനി നമുക്ക് ബീഡ്സ് എടുക്കാം. ഞാനിതാ ഇങ്ങനത്തെ ബീഡ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ചെറിയ സൈസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇതാണ് ഇരുന്നത്, അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനെ തന്നെ എടുത്തു കേട്ടോ. ഈ 4 വശത്തും ഇതേപോലെ ഹോൾ അടിയിൽ പോണ രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം മുത്തിൽ ഹോൾ വരുമല്ലോ, ആ ഹോൾ വരുന്നത് അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് വളരെ വൃത്തികേടില്ലാത്ത രീതിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുത്തിൽ തന്നെ വീണ്ടും ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. മുത്ത് നല്ലതുപോലെ ഉണങ്ങണം കേട്ടോ, ഉണങ്ങിയില്ലെങ്കിൽ അതങ്ങ് ഇളകി പോരും. നല്ലതുപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം, അപ്പം തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടത്തുള്ളൂ. ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കണം, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്ത രീതിയിൽ ഒന്ന് വെച്ചെടുത്താൽ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും അത് നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി അത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിരിക്കാം, കുറച്ച് നേരം ഇരുന്ന് ഉണങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റോൺ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലത്തെ OHP ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഒരു അളവ് വേണം. ഞാൻ ഇങ്ങനെ ഒരു സ്കെയിൽ എടുത്തിട്ട് അതിൽ ഒരുപാട് അളവുള്ള ഹോളുണ്ട് കേട്ടോ. അതിനെന്താ 15 എന്ന് പറഞ്ഞ ഒരളവാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ഞാൻ ഇതേപോലത്തെ റെഡ് കളറിലുള്ള സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്, റൗണ്ടിലിരിക്കുന്നത്. അതിന് നമുക്ക് ക്ലൂ പെന്ന് വെച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ പശ ഒന്ന് എടുത്തതിന് ശേഷം ചുറ്റും വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല നീറ്റായിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാവും. നല്ല ഭംഗിക്ക് കിട്ടും. ഒരു 3D എഫക്റ്റിനുള്ള ഒരു പിന്നെ ഫ്ലവറാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പശ തേച്ച് കൊടുക്കാം. അതിന് ഞാൻ B7000ൻ്റെ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഡ്രോപ്പ് ബീഡ് എടുക്കാം കേട്ടോ. കുന്തൻ സ്റ്റോൺ തന്നെയാണ്, ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്നതാണ് എടുക്കുന്നത്. അതിൽ റെഡ് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗം അകത്തോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇതേപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കണം. ഉണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇരിക്കുന്നുണ്ടോ നോക്കി നല്ലതുപോലെ കറക്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഒരു അതിൻ്റെ നടുക്ക് ഒരു കുറച്ച് ഗ്ലൂ കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാൻ കുന്തൻ സ്റ്റോണിനെ എടുത്തിട്ടുള്ളത് റൗണ്ടിലുള്ള ഗോൾഡ് കളറിലുള്ള സ്റ്റോണാണ് കേട്ടോ. ഗോൾഡ് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നടുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം അതിനും വേണം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. നമ്മൾ സ്റ്റോൺ ഉണങ്ങിയാൽ തന്നെ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതേപോലെയാണ്. അങ്ങനെ 4 എണ്ണം ചെയ്തെടുക്കണം കേട്ടോ. 4 ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് 4 എണ്ണം ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നൂലെടുത്തിട്ട് പശ ഒന്ന് തേച്ച് കൊടുത്ത് നമുക്ക് ഈ മുത്തിൻ്റെ അവിടെ ഒന്ന് മറച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് പശ തേച്ചിട്ട് മുത്ത് അങ്ങനെ കവർ ചെയ്യണ രീതിയിൽ ഒന്ന് മറച്ചെടുക്കണം. അപ്പോഴേക്കും മുത്ത് നമുക്ക് വെളിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. നല്ല നീറ്റായിട്ട് കവർ ചെയ്യണം കേട്ടോ. ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗത്തിന് ഒന്ന് ഗ്ലൂ തേച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഈ പശയാണെങ്കിൽ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു, കാരണം പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് നമുക്ക് 4 ഭാഗവും ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ 4 ഫ്ലവറും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 4 വശത്തും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഗ്ലൂ തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. അത് ഉണങ്ങുമ്പോഴേക്കും ആ വൈറ്റ് കളർ കാണില്ല, നല്ലതുപോലെ ഒട്ടി വരും കേട്ടോ. ഇതേപോലെ 4 സൈഡും നമ്മൾ ഒട്ടിച്ചെടുക്കണം.
ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കരുത്, പക്ഷേ കുറച്ച് സമയം എടുക്കും. പിന്നെ എനിക്ക് ഒരുപാട് സമയമെടുത്തു നല്ലതുപോലെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ 4 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളും. പിന്നെ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ടൈം എടുക്കും, ഇതിങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്, അല്ലാതെ വള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഉണങ്ങിയിട്ടില്ല, ഞാൻ പിന്നെ എടുത്തുന്നേ ഉള്ളൂ. നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ല കേട്ടോ. നല്ലതുപോലെ ഉണങ്ങുമ്പോഴേക്കും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമുക്ക് ഇനിയിപ്പം റെഡ് കളർ സിൽക്ക് ത്രെഡ് അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിന് മാച്ചിന് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നതാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതേപോലത്തെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്